മഴ പെയ്യുന്നൊരു വൈകുന്നേരം ബസ് സ്റ്റോപ്പിൽ ഒറ്റയ്ക്കായിരുന്നു വിഷ്ണു. അവൻ കുടയില്ലാതെ നിൽക്കുമ്പോൾ മഴ കൂടുതൽ ശക്തമായി. അപ്പോൾ അവന്റെ അടുത്തേക്ക് ഒരു പെൺകുട്ടി വന്നു. "ഇവിടെ നിൽക്കാമോ?" അവൾ ചോദിച്ചു. തന്റെ കുട കുറച്ച് അവന്റെ ഭാഗത്തേക്ക് നീട്ടി. "താങ്ക്സ്," വിഷ്ണു പറഞ്ഞു. അവളുടെ പേര് മീനാക്ഷി. ആ ചെറിയ കുടയുടെ കീഴിൽ അവരൊരുമിച്ച് നിന്നു. "മഴ ഇഷ്ടമാണോ?" അവൾ ചോദിച്ചു. "ഇഷ്ടമാണ്, പക്ഷെ ഇന്ന് കുടയില്ല," അവൻ ചിരിച്ചു. അവൾ ചിരിച്ചു. "ഇന്നുണ്ടല്ലോ," അവൾ പറഞ്ഞു. ആ ചെറിയ സംഭാഷണം ഒരു തുടക്കമായി. അടുത്ത ദിവസവും അതേ സമയത്ത് അതേ ബസ് സ്റ്റോപ്പിൽ അവർ വീണ്ടും കണ്ടുമുട്ടി. ഇപ്പോൾ അവൻ കുട കൊണ്ടുവന്നു. "ഇന്ന് ഞാൻ ഷെയർ ചെയ്യാം," വിഷ്ണു പറഞ്ഞു. മീനാക്ഷി ചിരിച്ചു. ദിവസങ്ങൾ കടന്നുപോയി. മഴയില്ലാത്ത ദിവസങ്ങളിലും അവർ ബസ് സ്റ്റോപ്പിൽ കൂടിക്കാഴ്ച നടത്തും. ചെറിയ ചിരികൾ, നിശബ്ദ നിമിഷങ്ങൾ. പതിയെ അവരുടെ സൗഹൃദം പ്രണയമായി മാറി. ഒരു ദിവസം മീനാക്ഷി പറഞ്ഞു, "എനിക്കിവിടെ നിന്ന് പോകണം." വിഷ്ണു മിണ്ടാതായി. "എപ്പോൾ?" അവൻ ചോദിച്ചു. "നാളെ," അവൾ പറഞ്ഞു. മഴ വീണ്ടും തുടങ്ങി. അവൾ കുട തുറന്നു. "ഈ തവണ ഞാൻ ഒറ്റയ്ക്കു പോകണം," അവൾ പറഞ്ഞു. വിഷ്ണു ചിരിക്കാൻ ശ്രമിച്ചു. "ശരി, പക്ഷെ തിരികെ വരണം," അവൻ പറഞ്ഞു. അവൾ ഒന്നും പറഞ്ഞില്ല. അവൾ പോയി. ദിവസങ്ങൾ കടന്നുപോയി. മഴ വീണ്ടും തുടങ്ങി. വിഷ്ണു അതേ ബസ് സ്റ്റോപ്പിൽ നിൽക്കുകയായിരുന്നു, കുടയുമായി. അപ്പോൾ ഒരു ശബ്ദം. "ഇന്ന് ഞാൻ ഷെയർ ചെയ്യാമോ?" അവൻ തിരിഞ്ഞു നോക്കി. മീനാക്ഷി. അവൾ ചിരിച്ചു. "ഈ തവണ ഞാൻ പോകില്ല," അവൾ പറഞ്ഞു. വിഷ്ണു ചിരിച്ചു. ആ നിമിഷത്തിൽ അവൻ മനസ്സിലാക്കി, ചില കുടകൾ മഴയിൽ മാത്രമല്ല, അവ പ്രണയം കാത്തു സൂക്ഷിക്കാനുള്ളതാണ്. പാലക്കാടിന്റെ പച്ചപ്പും കാറ്റും നിറഞ്ഞ ഒരു ഗ്രാമത്തിലായിരുന്നു നന്ദനയും കാർത്തികും താമസിച്ചിരുന്നത്. ബാല്യകാലം മുതൽ ഒരേ സ്കൂളിലും ഒരേ വഴികളിലും വളർന്ന അവർ തമ്മിൽ ഒരു പ്രത്യേക ബന്ധമുണ്ടായിരുന്നു. ആദ്യം അത് സൗഹൃദമായിരുന്നു. പക്ഷേ കാലം കടന്നപ്പോൾ ആ സൗഹൃദം ശാന്തമായി പ്രണയമായി മാറി. നന്ദനയ്ക്ക് മഴ വളരെ ഇഷ്ടമായിരുന്നു. ആദ്യ മഴത്തുള്ളി വീഴുമ്പോൾ തന്നെ അവൾ വീട്ടുമുറ്റത്തേക്ക് ഓടിപ്പോയി ആകാശം നോക്കും. കാർത്തിക് എപ്പോഴും അവളുടെ പിന്നാലെ വരും. "നീ ഒരിക്കലും മാറില്ലല്ലോ," അവൻ ചിരിച്ചു പറയും. "മഴയെ സ്നേഹിക്കുന്നവർ മാറാറില്ല," നന്ദന മറുപടി പറയും. അവരുടെ ദിവസങ്ങൾ ചിരിയിലും ചെറുവഴക്കുകളിലും നിറഞ്ഞിരുന്നു. സ്കൂൾ കഴിഞ്ഞ് വീട്ടിലേക്ക് മടങ്ങുമ്പോൾ അവർ പാടത്തിൻകരയിലൂടെ നടക്കും. നന്ദന തന്റെ സ്വപ്നങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കും. ഒരു ദിവസം വലിയ അധ്യാപികയാകണം, കുട്ടികൾക്ക് പഠിപ്പിക്കണം, ലോകം കാണണം. കാർത്തിക് ശാന്തമായി കേൾക്കും. അവന്റെ സ്വപ്നം ലളിതമായിരുന്നു, നന്ദനയോടൊപ്പം ഒരു ജീവിതം. ഒരു ദിവസം ഗ്രാമത്തിലെ ഉത്സവരാത്രി. വിളക്കുകൾ കൊണ്ട് തെരുവുകൾ മുഴുവൻ പ്രകാശിച്ചു. ക്ഷേത്രമുറ്റത്ത് സംഗീതം മുഴങ്ങുമ്പോൾ കാർത്തിക് നന്ദനയെ ഒറ്റയ്ക്ക് വിളിച്ചു. "നന്ദന, ഞാൻ ഏറെക്കാലമായി പറയാനുള്ള ഒരു കാര്യമുണ്ട്," അവൻ മന്ദമായി പറഞ്ഞു. നന്ദന ചിരിച്ചു. "ഇത്ര ഗൗരവമായി പറയുന്നത് എന്താണ്?" കാർത്തികിന്റെ കൈകൾ അല്പം വിറച്ചു. "നീയില്ലാത്ത ജീവിതം ഞാൻ ചിന്തിക്കാൻ കഴിയുന്നില്ല. നീ എന്റെ സുഹൃത്തു മാത്രമല്ല, അതിനേക്കാൾ കൂടുതലാണ്." ഒരു നിമിഷം നന്ദന മിണ്ടാതിരുന്നു. പിന്നെ അവളുടെ കണ്ണുകളിൽ കണ്ണുനീർ തിളങ്ങി. "ഞാനും ഇതേ വാക്കുകൾ കേൾക്കാൻ ഏറെ നാളായി കാത്തിരുന്നു," അവൾ പറഞ്ഞു. അന്നു മുതൽ അവരുടെ ജീവിതം പുതുതായി തുടങ്ങി. ഓരോ പ്രഭാതവും കൂടുതൽ മനോഹരമായി തോന്നി. ചെറിയ കത്തുകൾ, ഒളിഞ്ഞുനോക്കലുകൾ, മഴയിൽ കൂടെ നിൽക്കൽ, എല്ലാം പ്രണയത്തിന്റെ ഭാഗങ്ങളായി. എന്നാൽ ജീവിതം എല്ലായ്പ്പോഴും ലളിതമല്ല. നന്ദനയ്ക്ക് നഗരത്തിലെ ഒരു നല്ല കോളേജിൽ പ്രവേശനം ലഭിച്ചു. അവൾ പോകേണ്ടി വന്നു. കാർത്തികിന്റെ മനസ്സ് വേദനിച്ചെങ്കിലും അവൻ അവളെ തടഞ്ഞില്ല. "നിന്റെ സ്വപ്നങ്ങൾ പിന്തുടരൂ," അവൻ പറഞ്ഞു. "ഞാൻ ഇവിടെ ഉണ്ടാകും." നഗരജീവിതം നന്ദനയെ തിരക്കിലാക്കി. പഠനം, പുതിയ ആളുകൾ, പുതിയ വഴികൾ. എന്നാൽ ഓരോ രാത്രിയും അവൾ കാർത്തികിനെ വിളിക്കും. ഗ്രാമത്തിലെ മഴയെക്കുറിച്ചും പാടത്തിലെ കാറ്റിനെക്കുറിച്ചും അവന്റെ ചിരിയെക്കുറിച്ചും അവൾ ഓർക്കും. മാസങ്ങൾ വർഷങ്ങളായി മാറി. ചിലപ്പോൾ തെറ്റിദ്ധാരണകൾ ഉണ്ടായി, ചിലപ്പോൾ സംസാരിക്കാതെ ദിവസങ്ങൾ കടന്നു.
എന്നാൽ ഓരോ തവണയും അവർ തിരിച്ചറിഞ്ഞത് ഒരേ ഒരു സത്യമായിരുന്നു: അവർ ഒരുമിച്ചാണ് പൂർണ്ണം. 1 വർഷത്തിന് ശേഷം